ഹൈറി സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ശരിക്കും മനസ്സ് വിഷമിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത് തന്നെ. അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. വിഷമിക്കാനുള്ള കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു വിഷമമായിട്ടുള്ളൊരു ന്യൂസാണ് കാണുന്നത്. ആ ന്യൂസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ, ശരിക്കും അവരെ പരിചയമില്ലെങ്കിൽ പോലും അവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ, അവരുടെ വേദനയോട് പങ്കുചേരുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പറയാം. കൂടാതെ നമ്മൾ യൂറോപ്പിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ സുഹൃത്തുക്കളാണെന്ന് പറയാം. നമ്മളൊക്കെ ഒരേ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നത് കൊണ്ടൊക്കെ തന്നെ അവർ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പറയാം. അവർ മറ്റാരുമല്ല, നമ്മുടെ സുഹൃത്തുക്കളായ സോണിയയും അനിലുമാണ്. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള കാലതാമസവും ഒക്കെ കാരണം തന്നെ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സർജറി അങ്ങനെയൊക്കെയുള്ള ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മലയാളികളൊക്കെ തന്നെ നാട്ടിൽ പോയി ചെയ്യാം. കൃത്യം 1 മാസത്തെ ലീവ് എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന 1 മാസത്തെ ലീവൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ നാട്ടിൽ പോകേണ്ടി വരിക. അപ്പോൾ ആ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ പ്രോപ്പറായിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാൻ സാധിക്കാതെ ഉടനെ തന്നെ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യേണ്ടി വരുന്നു. ഈ അവസ്ഥയിൽ സംഭവിച്ചു പോയ, അതായത് ഒരു എംബോളിസം ആവണം എന്നുള്ളതാണ് ഒരു നിഗമനം. അതായത് ഫ്ലൈറ്റിൽ ഇറങ്ങി വന്നു, UK വീട്ടിലെത്തി ഫ്രഷ് ആവാനായിട്ട് റെഡി ആവുന്ന ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് തന്നെ ഇങ്ങനെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പെട്ടെന്ന് അനിൽ ഓടിയെത്തി. പിന്നെ രക്ഷാപ്രവർത്തകരൊക്കെ വന്നപ്പോഴേക്കും സോണിയ മരണമടഞ്ഞെന്നാണ് അറിഞ്ഞത്. സർജറി കഴിഞ്ഞ് പ്രോപ്പർ റെസ്റ്റ് ഒന്നും കിട്ടാതെയാണ് സോണിയയ്ക്ക് UK മടങ്ങേണ്ടി വന്നത്. UK പൊതുവെ പ്രത്യേകം ഇങ്ങനെ ഒരു ദുരന്തമൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു താമസിയാതെ തന്നെ കൗൺസിലിംഗ് അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്നാലും അതൊക്കെ എത്താനുള്ള ഒരു സമയം പോലും എടുക്കുവാനായിട്ട് അനിൽ സമയം കൊടുത്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തന്നെ മൊത്തത്തിൽ അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. ഞാനും പോയേ പറ്റൂ ഇവിടെ നിന്ന്. അദ്ദേഹം അത് കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണോ ചെയ്തത്? അത് ശരിക്കും നല്ലതിന് വേണ്ടിയാണോ? കുട്ടികളെ അത് നല്ലതിനാണോ ദോഷകരമായാണോ ബാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ രണ്ടുപേരുടെയും ആത്മാവ് നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ തുടങ്ങുകയാണ്. ശരിക്കും എനിക്ക് ഇവിടെ സോണിയേക്കാൾ കൂടുതൽ പറയാനുള്ളത് അനിലിനെ പറ്റിയാണ്. സോണിയയുടെ ഒരു സ്വാഭാവികമായി, അല്ലെങ്കിൽ ഇത്രയും ചെറുപ്രായത്തിൽ അസ്വാഭാവികമാണെങ്കിൽ കൂടി സ്വാഭാവികമായി സംഭവിച്ച, നമുക്കൊരു അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് സോണിയയ്ക്ക് സംഭവിച്ചത്. എന്നാൽ അനിലിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിവിടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവരെ പറ്റി പറയണം. പ്രത്യേകിച്ച് നേഴ്സുമാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ആണുങ്ങൾ മറ്റു പല വിദേശങ്ങളിലും നാട്ടിലുമൊക്കെ ജോലി ചെയ്തതിന് ശേഷം ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരുന്നത്. അവർ ഇവിടെ വരുമ്പോൾ അവരുടെ ആ ഒരു മാനസിക സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ മിക്കവരും നല്ല ജോലി ഉള്ളവർ, ഒന്നുകിൽ ഗൾഫിൽ ജോലിയുള്ളവരോ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറഞ്ഞത് 6 മാസമെങ്കിലും നമ്മൾ വരുമ്പോൾ ജോലിയില്ലാതെ, ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവർ നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ജോലിയില്ലാതെ, സാലറി ഇല്ലാതെയൊക്കെ കഴിയേണ്ട ഒരവസ്ഥയുണ്ട്. അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും വൈഫ് നമുക്ക് നല്ല സപ്പോർട്ട് തന്നെ ആയിരിക്കും. എങ്കിൽ പോലും അവരുടെ മനസ്സിൽ ചില നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും യൂറോപ്പിലേക്ക് വരുന്ന ഒരു മലയാളി എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, നാട്ടിൽ നമുക്ക് പുറത്തിറങ്ങാം, നമ്മുടെ കാലാവസ്ഥ എപ്പോഴും നമുക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, നമുക്ക് കളിക്കാൻ പോകാനുള്ള സ്ഥലമുണ്ടാവും, ആരാധനാലയങ്ങൾ, പള്ളിയിൽ പോകാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാമിലിയിൽ ഒതുങ്ങിക്കൂടുന്നു. സ്വാഭാവികമായിട്ടും വൈഫ് ജോലിക്ക് പോകുമ്പോൾ ഒരു ഹസ്ബൻഡ് ഈ സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നടന്ന ഒരു ഹസ്ബൻഡ് സ്വാഭാവികമായിട്ടും വീട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. കുക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും കുക്കിംഗ് ഏറ്റെടുക്കുന്നു, കുക്കിംഗ് പഠിക്കുന്നു, കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. പിന്നെ വീട്ടിലെ ക്ലീനിങ്, അതുപോലെയുള്ള പല കാര്യങ്ങളും ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളുപരി ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്നു, ചെയ്യേണ്ടി വരുന്നു, ചെയ്യാതെ വേറെ നിവൃത്തിയില്ല, അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ
അതുമായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഫാമിലിയാണ് നമുക്കെല്ലാം, ഫാമിലിയുടെ കൂടെയാണ് നമ്മുടെ ജീവിതം മുഴുവനും. അപ്പോൾ നമ്മൾ ഫുള്ള് സോഷ്യൽ ഓറിയൻറ്റഡ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഫാമിലി ഓറിയൻറ്റഡ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു 90% ആണുങ്ങളും മാറുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. 5 തൊട്ട് 6 മാസം വരെ ഏതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അവരുടെ ആ കമ്പനി കിടങ്ങുന്ന ജോലിയൊന്നും കിട്ടണമെന്നില്ല. എങ്കിൽ പോലും ഇവിടെ എല്ലാ ജോലിക്കും ഒരു ബഹുമാനം കിട്ടുന്നു, സാലറിയും വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ജോലിയും ഒരു ഈക്വാലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം, നമുക്കതിനുള്ള പൈസ കിട്ടും. ഇതൊക്കെ ശരിയാണ്. ആദ്യം തുടക്ക വർഷങ്ങളിൽ കുറച്ച് നാൾ അമിതമായ റെൻറ്റ് മൂലം നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു കുറച്ചൊക്കെ ഒരു അൺകംഫോർട്ടബിൾനെസ് ഒക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ്. ശരിക്കും നാട്ടിൽ നിന്നൊക്കെ നേരിട്ട് വരുന്നവരാണെങ്കിൽ നാട്ടിലെ ചെറിയ സാലറിയിൽ നിന്ന് കുഴപ്പമില്ലാത്ത ഒരു സാലറിയിലേക്കും നല്ല വണ്ടി, നല്ല സൗകര്യം, ഒരു ലക്ഷറി ലൈഫാണ് പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക്. അപ്പോൾ ആ ഒരു ലൈഫിനോടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് അതുമായിട്ട് ഇണങ്ങിച്ചേരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ കൂടെ ധൈര്യപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ്, എക്സസൈസ് കൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അതിന് നമ്മൾ കാലാവസ്ഥയും കൂടെ കുറ്റം പറയേണ്ടി വരും. കാലാവസ്ഥ വളരെ അധികം, അതായത് ഏകദേശം ഒരു 8 മാസത്തോളം ഇവിടെയൊക്കെ വിൻ്റർ മാത്രമായിരിക്കും. കാനഡ പോലെ സ്ഥലങ്ങളിലാണെങ്കിൽ അതിലും പരിതാപകരമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സംഭവങ്ങളുടെ കേട്ടപ്പോൾ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഞങ്ങളതിനൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ശരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മനസ്സിൻ്റെ ആ ഒരു ധൈര്യത്തെ എപ്പോഴും എവിടെ ചെന്നോ, നമ്മൾ യൂറോപ്പിൽ ചെന്നോ, നമുക്ക് എന്തെല്ലാം പണം ഉണ്ടായോ, നമ്മൾ എന്തെല്ലാം സൗകര്യത്തിലാണോ എങ്കിലും നമ്മുടെ ആ മനസ്സിൻ്റെ ശക്തി പിടിച്ചു നിർത്താൻ, ഏത് പ്രതികൂല സാഹചര്യങ്ങളും പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു മനോഹരമായ ഒരു ടെക്നിക്ക് എൻ്റെ ഒരു ട്രെയിനർ കൂടിയാണ് ഞാൻ. അതായത് ആർട്ട് ഓഫ് ലിവിങ് പാർട്ട് 1 പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. ഏകദേശം 12 മണിക്കൂറുകൾ മാത്രം കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കുറച്ച് ബ്രീത്തിങ് എക്സസൈസ്, ലൈഫിലെ ഏത് സിറ്റുവേഷനെയും നമ്മൾ ഏത് പരാജയ ഘട്ടങ്ങളിലെയും നേരിടുമ്പോൾ നമ്മൾ പല ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടേണ്ട സാഹചര്യം, നമ്മുടെ ജോലി സ്ഥലത്താവട്ടെ, നമ്മളിവിടുത്തെ കൾച്ചറിനോടൊക്കെ പൊരുത്തപ്പെടേണ്ട പല സാഹചര്യങ്ങളും നമുക്കുണ്ടാവും. ഈ സാഹചര്യങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കുവാനും ഏത് സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാനൊക്കെ നമ്മളെ ബൂസ്റ്റ് ചെയ്യുവാനൊക്കെ നമ്മളെ കേപ്പബിൾ ആക്കുന്ന, ദിവസേന നമ്മളെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മനോഹരമായ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ അടങ്ങുന്ന ഒരു ഓൺലൈനായിട്ട് എല്ലാ മാസവും തന്നെ നമ്മൾ അയർലൻഡിൽ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഓഫ്ലൈൻ പ്രോഗ്രാംസും ഉണ്ട്, ഓൺലൈൻ കൂടുതൽ. UK, അയർലൻഡൊക്കെ ഉള്ളവർക്ക് കൂടുതൽ സമയം ഏകദേശം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യമാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് എൻ്റെ ഇമെയിലും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ലൈഫ് ലോങ് നമ്മുടെ അതിൻ്റെ ഒരു ഫോളോ അപ്സും ഒക്കെ ഉണ്ടാവും. ഈ ഒരു അറിവ്, ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പങ്കുവെക്കുകയാണ്. മനസ്സിലോർക്കുന്നു, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കുട്ടികൾക്ക് ദൈവം അവർക്ക് തുണയാകും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഐറിഷ് ടുഡേ.